ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ മാസങ്ങളായി ഞാൻ ഇതുപോലൊരു വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പറഞ്ഞിട്ട്. അന്ന് എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തന്നിട്ടുള്ളത്. പക്ഷേ ഈ മാസങ്ങൾ മാറിയപ്പം വന്ന വ്യത്യാസം എന്താ വെച്ചാൽ ഞാൻ ഇന്നെ കൊച്ചിന് വാങ്ങിയ സാധനങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പം ഞാൻ എൻ്റെ മോനിക്ക് വാങ്ങിയിട്ടുള്ള കുറച്ച് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞാൻ വീഡിയോ തുടങ്ങട്ടെ. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ പകുതിക്കച്ചറ് ഞാൻ ഇട്ടിച്ച് പോയപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ വീഡിയോസായിട്ട് ഞാൻ വരുന്നതാണ്. അപ്പം വീഡിയോയിലേക്ക് പോവാം. അപ്പം ഞാൻ എൻ്റെ മോനിക്ക് വേണ്ടി വാങ്ങിച്ചിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഞാൻ ഇപ്പോൾ അവനക്ക് യൂസ് ചെയ്തിട്ട് അവനക്ക് 4 മാസം ആവുന്നു. അപ്പോൾ ഇത്രയും ഈ ഒരു ടൈമിനെടുക്ക് ഞാൻ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഡയപ്പർ R4 റാബിറ്റിൻ്റെ ഫെദർ ഡയപ്പറാണ് ഞാൻ അവനക്ക് യൂസ് ചെയ്യുന്നത്. കാരണം ഈ ഡയപ്പർ യൂസ് ചെയ്തിട്ട് അവനക്ക് ഒറ്റ റാഷസും എനിക്ക് റാഷ് ക്രീം യൂസ് ചെയ്യേണ്ടേ വന്നിട്ടില്ല. മാഷാഅല്ലാ. അപ്പം ഈ ഒരു ഡയപ്പറിന് ഞാൻ കണ്ടിട്ടുള്ളത് എന്താ വെച്ചാൽ ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഇപ്പോൾ നമ്മൾ കുറേ ടൈം ഇട്ട് കഴിഞ്ഞാൽ ഓവറായിട്ട് ഇങ്ങനെ ഒരു ജെല്ലി പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കൂല. ഈ ഡയപ്പർ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈവൻ സെൻസിറ്റീവ് സ്കിൻ ടൈപ്പിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡയപ്പറാണ്. പീഡിയാട്രിക് ടെസ്റ്റഡ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ഒക്കെ ആയിട്ടുള്ള ഡയപ്പറാണ്. ഇത് കുറച്ചൊരു കോസ്റ്റ് നമുക്ക് എന്താ പറയുക, ഡയപ്പർ നമ്മൾ മേടിക്കുന്ന വെച്ച് നോക്കുമ്പോൾ കുറച്ച് ഒരു റേറ്റ് ഉണ്ട് ഇതിന്. പക്ഷെ എന്നാലും ആ ഒരു വർത്ത് ഫോർ മണിയാണിത്. അപ്പോൾ ഇതിൻ്റെ ഈ MRP എന്ന് പറയുന്നത് 1296 ഈ ഒരു 48 എണ്ണം വരുന്ന പാക്കറ്റിന്. പക്ഷേ നമുക്ക് ഫസ്റ്റ് ക്രൈൻ്റെ ആപ്പിൽ ഡിസ്കൗണ്ട് ഒക്കെ നമുക്ക് കൂപ്പൺ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്കൊരു 800 സംതിങ്ങിന് ഈ ഒരു പാക്കറ്റ് നമുക്ക് കിട്ടും. പക്ഷേ ഇത് നമുക്ക് റേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള യൂസേജും പിന്നെ എന്താ പറയുക ക്വാളിറ്റിയും ഈ ഒരു ഡയപ്പറിനുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അവനക്ക് യൂസ് ചെയ്യുന്നത് അവൻ്റെ ഡ്രസ്സൊക്കെ നമ്മൾ സെപ്പറേറ്റ് ആണ് വാഷ് ചെയ്യുക. അപ്പോൾ അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലോണ്ട്രി വാഷാണ്, ബേബി ലോണ്ട്രി വാഷാണ്, ജേം ഫ്രീ ബേബി ലോണ്ട്രി വാഷ് ഹിമാലയൻ്റെ. ഇത് ഞാൻ ഇതിൻ്റെ മുന്നേ വേറെ ലോണ്ട്രി വാഷൊക്കെ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ നല്ലൊരു സ്മെല്ലാണ് ഇതിന്. നമ്മൾ ആ ഡ്രസ്സ് വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഒരു മൈൽഡായിട്ടുള്ള നല്ലൊരു സ്മെല്ലും നല്ല എന്താ പറയുക നല്ല വൃത്തിയാവുന്നതാണ്. അപ്പോൾ ഇത് 1 ലിറ്റർ വരുന്ന ഈ ഹിമാലയൻ്റെ ലോണ്ട്രി വാഷിന് വരുന്നത് ഇതിൻ്റെ MRP 495 ആണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് ക്രൈയിൽ കൂപ്പൺ ഇട്ട് കഴിഞ്ഞാൽ 300 സംതിങ്ങിനൊക്കെ നമുക്ക് കിട്ടും. ഇതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ. പിന്നെ ഞാൻ അവനക്ക് യൂസ് ചെയ്തതാണ് ഈ ഒരു സാധനം. ഈ സ്വാഡിൽസ് നമുക്ക് സ്വാഡിലായിട്ട് റാപ്പ് ചെയ്യാനും പിന്നെ നമുക്ക് ടവലായിട്ട് യൂസ് ചെയ്യാനും പറ്റും. അപ്പം ഈ ഒരു സാധനം ഞാൻ ഫസ്റ്റ് അവനക്ക് റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഇതിപ്പോൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് അവനക്ക് ടവലായിട്ട് തുടച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സാധനമാണ് ഇത്. ആ ഒരു പർപ്പസ് വെച്ച് നോക്കുമ്പോൾ വളരെ ബെസ്റ്റാണ്. ഒന്നും ആവേ ഇല്ല ഇത്. ഒന്നും ആവില്ല. അവനക്ക് ഞാൻ വാങ്ങിച്ചിട്ട് ഇവനക്കിപ്പോൾ 4 മാസമായി. ഇതിൻ്റെ ക്വാളിറ്റിയിൽ ഒന്നും ഒരു വ്യത്യാസം വന്നില്ല. വാഷ് ചെയ്തിട്ടാണെങ്കിലും ഒന്നും ഒരു പ്രശ്നം വന്നില്ല. ഇതിപ്പോൾ എന്നിട്ട് അത് ഇഷ്ടപ്പെട്ടിട്ട് ഷൈമ ഐസിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള പാക്കറ്റാണ് ഇത്. ഇത് നല്ലതാട്ടോ. 3 പ്രിൻറ്റ് ഇതിലുണ്ട്. 3 പാറ്റേൺ ഉണ്ടാവും ഇതിൽ. വളരെ ബെസ്റ്റാണ് ടവലായിട്ട് യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുഞ്ഞുകുട്ടിയാണെങ്കിൽ നമുക്കിങ്ങനെ സ്വാഡിൽ ചെയ്ത് വെക്കുകയും ചെയ്യാം. സ്വാഡിൽ റാപ്പർ മസ്ലിൻ സ്വാഡിലാണ്. അപ്പോൾ ഇതിന് വരുന്ന റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ 839 MRP. പക്ഷേ നമുക്ക് ഫസ്റ്റ് ക്രൈയിൽ ഇത് 630 റുപ്യക്കൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിലുണ്ട്. ഇതിൻ്റെ മൾട്ടി പർപ്പസ് ആണിത്. ഇത് സ്വാഡിൽ ബ്ലാങ്കറ്റ്, നഴ്സിംഗ് കവർ, ടമ്മി ടൈം, പ്ലേ ടൈം, സ്ട്രോളർ കവർ, ബർപ്പ് ക്ലോത്ത് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ ഇതിലുണ്ട്. ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടുള്ളൊരു സാധനമാണിത്. ഞാൻ ഒരു മസ്റ്റ് ട്രൈ ആയിട്ട് പറയും. നിങ്ങൾ വാങ്ങിച്ചോ, അത് നല്ലതാണ്. 630-ന് 3 എണ്ണം കിട്ടും നമുക്ക്. പിന്നെ കുറച്ച് ഡ്രസ്സാണ്. ഇത് ഒരു ടീഷർട്ട്. ഇത് നമുക്ക് ഫസ്റ്റ് ക്രൈയിൽ ചെറിയ പൈസക്ക് ഈ ഒരു ടീഷർട്ട് കിട്ടും കേട്ടോ. 60 റുപ്യ 70 രൂപയ്ക്കൊക്കെ കിട്ടും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ല വലുതാണ്. 3 to 6 ആണ് ഞാൻ സൈസ് എടുത്തത്. പക്ഷേ ഇത് 3 to 6-നെക്കാട്ടി ഒരു വലിയ സൈസ് പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് ടീഷർട്ട് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ കുട്ടിയുടെ സൈസിന് തൊട്ട് ചെറുതെടുത്താൽ മതി.
പിന്നെ ഈ ബേബി ഹഗിൻ്റെ ട്രൗസേഴ്സ്, ബേബി ഹഗിൻ്റെ റോംബേഴ്സ്, ട്രൗസേഴ്സ് ഇതൊക്കെ നല്ലതാട്ടോ, കുറേ ലാസ്റ്റ് ചെയ്യും. ഇതിന് എം ആർ പി ഞാൻ പറയുന്നില്ല, കാരണം നമ്മൾ ഫസ്റ്റ് ക്രൈന്ന് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എം ആർ പിന്ന് കുറവ് കിട്ടും. എന്നാലും ഞാൻ മനസ്സിലാൻ വേണ്ടി പറയാം, ഇതിന് എം ആർ പി ഒരു 400 ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രൈയിൽ ഇതൊരു 250 കിട്ടും, 250 to 260 നമുക്ക് കിട്ടും. ഇതുപോലെ ട്രൗസേഴ്സ് 3 പാറ്റേൺ ഉണ്ട്, 3 വരുന്ന പാക്കറ്റിനാണ് നമുക്ക് ഈ ഒരു 260 കിട്ടുക കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ട്രൗസേഴ്സാണ്. പിന്നെ കുറച്ച് റോംബേഴ്സ് ആണ്. ഈ ഒരു 2 റോംബർ ഒരു കോംബോ വരുന്ന പാക്കറ്റാണ്. ഈ റോംബർ അതുപോലെ നമുക്ക് കൂപ്പണൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഒരു 400 ആ ഒരു റേഞ്ച് ഞങ്ങൾക്ക് കിട്ടും കേട്ടോ. അതിൻ്റെ റേറ്റ് ഈ ഒരു റേറ്റ് 300-400 ആ ഒരു റേഞ്ചൊക്കെ ആണ് വരിക റോംബേഴ്സിന്. ഈ ഒരു റോംബർ അതുപോലെ ഇതൊരു സിംഗിൾ പീസ് റോംബറാണ്, 250 അങ്ങനെ എന്തോ ഒരു സംതിങ് ആണ് ഇതിന് വന്നത്. ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നല്ല ക്വാളിറ്റി ഉള്ള നല്ല നല്ല സാധനങ്ങളാട്ടോ. പിന്നെ ഈ ഒരു ടീഷർട്ടിൻ്റെ ഒരു കോംബോ എടുത്തിട്ടുണ്ട്. ഇത് ബേബി ഹഗിൻ്റെ സ്ലീവ്ലെസ് ആയിട്ടുള്ള ടീഷർട്ടാട്ടോ. ഇതിൻ്റെ 3 പ്രിൻറ്റ്സ് ഉണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ടീഷർട്ടാണ്. ഈ 3 ടീഷർട്ടിന് കൂടിയിട്ട് വന്നിട്ടുള്ള റേറ്റ്, ഈ 3 ടീഷർട്ടും കൂടി എടുത്തപ്പോൾ എത്ര വന്നത്, 200 സംതിങ് ആണ് ഈ 3 ടീഷർട്ടിനായിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് റേറ്റ് ഞാൻ എൻ്റെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. പിന്നെ അതുപോലെ ഇതും എഗെയിൻ അതുപോലെയുള്ള ഒരു 3 ടീഷർട്ടും കൂടി എടുത്തു. ഒരു 200 സംതിങ്. ഇതിന് എം ആർ പി പക്ഷേ വരുന്നത് 400 ആണ്. അപ്പോൾ നമുക്കൊരു 260-250 ഒക്കെ കിട്ടും. ഒരു 40% ഒക്കെ ഡിസ്കൗണ്ടിൻ്റെ കൂപ്പണ് നമ്മൾ ഫസ്റ്റ് ക്രൈൻ്റെ താഴെ ഉണ്ടാവും, നമ്മുടെ പ്രൊഡക്ട്സിൻ്റെ താഴെ. അപ്പോൾ നമ്മൾ ആ ഒരു കൂപ്പൺ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല റേറ്റ് കുറവിൽ അല്ലെങ്കിൽ ഡിസ്കൗണ്ടിൽ സാധനം കിട്ടും. പിന്നെ ഇതൊരു കളർഫുൾ ആയിട്ടുള്ളൊരു റോംബർ. ഇതിനും ആ ഒരു റേഞ്ച് തന്നെ കേട്ടോ വരുന്നത്, 300 ആ ഒരു സംതിങ്. അപ്പം നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ എന്തായാലും നല്ല റേറ്റ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ അവർക്ക് അധികവും ഫസ്റ്റ് ക്രൈന്നാണ് കേട്ടോ പ്രൊഡക്റ്റ് മേടിക്കുക. ഫസ്റ്റ് ക്രൈന്ന് നമ്മൾ മേടിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു മെറിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ക്രൈയിൽ നമ്മൾ സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് കൂപ്പൺസ് കിട്ടും. സ്റ്റോറിൽ നല്ല റേറ്റുള്ള സാധനമാണ്. അതേ സെയിം സാധനം നമ്മൾ ഓൺലൈൻ പർച്ചേസ് ഫസ്റ്റ് ക്രൈൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ടുള്ളൊരു ഡിസ്കൗണ്ട്സ് കിട്ടും. അതിൻ്റെ താഴെ തന്നെ കൊടുത്തിട്ടുണ്ടാവും 40%, 50%. എത്ര ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള കൂപ്പൺ കോഡ് നമ്മളവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല ഡിസ്കൗണ്ടിൽ സാധനം കിട്ടും. പിന്നെ ഒന്നെന്താ വെച്ചാൽ ഫസ്റ്റ് ക്രൈയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം, നമുക്ക് പറഞ്ഞ ഡേറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നത്തെ ഡേറ്റിനായിട്ട് നമുക്ക് സാധനം കിട്ടും. നമ്മൾ ഇതിപ്പോൾ വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മളത് റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗേറ്റ് കടന്ന് അവർ ഇത് പിക്കിടുക എന്നുള്ള സാധനം വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മളെ അക്കൗണ്ടിലേക്ക് റീഫണ്ട് കയറും. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 2-3 ഡേയ്സിനുള്ളിൽ എന്തായാലും ഞാൻ എത്രയോ സാധനം റിട്ടേൺ കൊടുത്തിട്ടുണ്ട്. ചിലത് എനിക്ക് സൈസ് ചിലപ്പോൾ പറ്റായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന സാധനങ്ങൾ കുറേ ഞാൻ റിട്ടേൺ അടിച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് റീഫണ്ട് കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ വിഷയത്തിലൊന്നും വലിയ പേടിക്കേണ്ടാത്തൊരു സൈറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ അവനക്ക് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ അവനക്ക് യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കൂടുതൽ ഇപ്പം എന്താ ഉള്ളത്, വേറെ മറ്റേ ഈ സോപ്പ് പൗഡർ അങ്ങനത്തതൊക്കെ സിബാമെഡിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത്. വേറെ പ്രത്യേകിച്ചിട്ടൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീഡിയോ. അപ്പോൾ അവനക്ക് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ ഇതുപോലെ കുറേ മക്കൾക്കൊക്കെ ആവശ്യം വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ടതാണ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മറന്നുകൊണ്ടാ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. മോൻ കരിയുന്നതിന് മുന്നേ ഞാൻ പൊട്ടേറ്റ